എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് നടക്കുവാണ്. ഇന്നലെ ആക്ച്വലി ഞാൻ വീഡിയോ ഇടാതിരുന്നത്, ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. ആക്ച്വലി ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ പോസ്റ്റ് ഞാൻ വെളിയിൽ പോയിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വൈഫൈ ആണെന്നുള്ള വിചാരത്തിൽ അപ്ഡേറ്റ് ചെയ്താൽ ഓക്കെ എല്ലാവർക്കും എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് അറിഞ്ഞ് എനിക്ക് ഡേറ്റാ ബാലൻസ് ഇല്ലായിരുന്നു, ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് കേട്ടോ. ഇൻ കേസ്, കാരണം നമ്മുടെ മനുഷ്യൻ്റെ കാര്യമല്ലേ, നമ്മൾ ഇടയിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇൻ കേസ് ഒരു വീഡിയോ ഒരു ദിവസം ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. വെച്ചാൽ രാവിലെ 6 മണിക്കും രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ മാത്രം ഫുഡ് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നമ്മുടെ ലഞ്ചിനും ഡിന്നറിനും മുമ്പിൽ വിനാഗിരി ഇട്ട, അതായത് ആപ്പിൾ സിഡർ വിനീഗർ ഇട്ട വെള്ളം കുടിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള ഏതെങ്കിലും ഒരു ദിവസം ചെയ്തിട്ടുള്ള എക്സസൈസ് നോക്കി നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം കേട്ടോ. കാരണം ചിലപ്പോഴൊക്കെ നമുക്ക് ഡേറ്റ പ്രോബ്ലംസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെളിയിൽ പോകുമ്പോൾ നമുക്ക് നെറ്റ് കിട്ടാത്ത പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ദിവസം അയോജിച്ച് കണ്ടില്ല വീഡിയോ ഇട്ടില്ല വിചാരിക്കേണ്ട. നിങ്ങൾ 6 മണിക്ക് ഞാൻ വീഡിയോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ, നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്നത് അവരവരുടെ ഇതിനനുസരിച്ച് കൃത്യമായിട്ട് കഴിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു കരിഞ്ജീരകം, പെട്ടെന്ന് നമുക്ക് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കരിഞ്ജീരകം വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഓൺലി 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇന്ന് മുതൽ നമ്മൾ കഴിക്കാൻ ആരംഭിക്കുകയാണ്. കരിഞ്ജീരകം വെച്ചിട്ടുള്ള ഒരു പൊടി എങ്ങനെ നമുക്കുള്ളിൽ കഴിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുകയും ചെയ്യും, ശരീരത്തിന് ഹെൽത്തിയുമാണ്. നമുക്ക് കരിഞ്ജീരകം കഴിച്ചെന്ന് വിചാരിച്ച ശരീരത്തിന് ഒരു പ്രോബ്ലംസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. പിന്നെ ഇന്ന് നമ്മൾ ഫുൾ ഡേ ഫ്രൂട്ട് ഡയറ്റാണ്. ഫ്രൂട്ട് ഡയറ്റ് എന്ന് പറയുന്നത് മാക്സിമം ജ്യൂസ് ആയിട്ട് ഇൻടേക്ക് ചെയ്യാതെ ഫ്രൂട്ട് ആയിട്ട് തന്നെ ഇൻടേക്ക് ചെയ്യുക. അതും 10 മണി മുതൽ 6 മണി വരെ മാത്രമാണ് ഫ്രൂട്ട് ഇൻടേക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ മാക്സിമം എന്തൊക്കെ ഫ്രൂട്ട്സ് നിങ്ങളെ കയ്യിൽ കിട്ടുന്നു, അതിനകത്ത് എന്ത് പറയുന്നത് ഇന്ന ഫ്രൂട്ട്സ് ഒന്നുമില്ല. എന്തൊക്കെ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നോ അതൊക്കെ നിങ്ങളുടെ വിശപ്പിനനുസരിച്ച് കഴിക്കുക. ഇടയിൽ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. ഞാനിപ്പോൾ ഈ പറയുന്ന സാധനം ഞാൻ അത് ഉണ്ടാക്കി കാണിച്ചതിന് ശേഷം ഇത് എപ്പോൾ കുടിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴാണ് കഴിക്കേണ്ടതെന്നുള്ളത് അതേ സമയത്ത് കഴിക്കാം. പിന്നെ പലരും എന്നോട് ചോദിച്ചൊരു കാര്യം, ചേച്ചി ഇത് ടീ കുടിക്കാമോ എന്നുള്ളത് ചോദിച്ചു. ടീ ഒക്കെ കുടിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ നിങ്ങൾ ടീ കുടിക്കുന്നതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. മാക്സിമം മധുരം മാക്സിമം കുറയ്ക്കുക. വളരെ ഇല്ലെങ്കിൽ നിങ്ങൾ പനം കൽക്കണ്ടൊക്കെ ഇട്ട് കുറച്ചൊന്ന് മധുരം കുറച്ച് ഒരു പാൽ ചായ കുടിക്കുന്നതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. ബിക്കോസ് നമ്മൾ ഒരുപാട് സമയം ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു വിഷയത്തിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണ്ട. ഫുഡ് കഴിച്ചോളൂ, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ക്വാണ്ടിറ്റി കുറയ്ക്കുക മാക്സിമം എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കാൻ മതി. എല്ലാ ഫുഡും കഴിക്കാം, ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കുക. പിന്നെ മധുരം, ഓയിൽ, ഇങ്ങനെ വറുത്തത് പൊരിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒന്ന് കുറച്ചാൽ മാത്രം മതി. പിന്നെ ചൂടുവെള്ളം കുടിക്കുന്നത് പെട്ടെന്ന് വയറ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ ഈ ചെയ്ത പ്ലാൻസ് ശരിക്കും നല്ല റിസൾട്ടാണ് കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാതെ ആക്ച്വലി എൻ്റെ അടിവയറൊക്കെ കുറച്ച് നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് കുറഞ്ഞത്. അതും ഞാൻ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ ടിപ്പ് കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എഫക്റ്റീവാണ്, കിഡിലും എഫക്റ്റീവാണ്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് ഫ്രൂട്ട് ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യേണ്ട. ഓൺലി വാക്കിങ്ങും സ്കിപ്പിങ്ങും മാത്രം ചെയ്യുക. സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പിങ് ഒഴിവാക്കരുത്. വാക്കിങ്ങും സ്കിപ്പിങ്ങും, വയറിനുള്ള എക്സസൈസസോ അങ്ങനൊന്നും ചെയ്യേണ്ട. പിന്നെ നല്ല ചേച്ചി കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നല്ലപോലെ എക്സസൈസ് ചെയ്താലും വലിയ വിശപ്പൊന്നും തോന്നുന്നില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാന്റ് എക്സസൈസ് വെച്ചിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ തന്നെ വീഡിയോയാണ്, ബെല്ലി ഫാറ്റിൻ്റെ വീഡിയോയാണ്. ആ വീഡിയോ നോക്കി നിങ്ങൾക്ക് അതുപോലെ ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഞാൻ എന്തായാലും ഇന്ന് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. കാരണം എനിക്കിങ്ങനെ ഒരുപാട് വേറെ വർക്കുകൾ, നമ്മുടെ പ്രോഡക്റ്റ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ടയേർഡായി പോകും. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഡെഡിക്കേഷനാണ്. എനിക്ക് ഡെഡിക്കേഷൻ ചെയ്ത് കൂടുതലാണ്. ബിക്കോസ് ഭയങ്കര ഹെവി ആയിട്ട് ഞാൻ എഫേർട്ട് ഇട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പം നമുക്ക് പെട്ടെന്ന് വിശപ്പ് വരും. അതുകൊണ്ട് ഇന്നൊരു ദിവസം ഞാൻ വർക്കൗട്ട് വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല. പകരം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അതും ആരെയും നിർബന്ധിക്കുന്നില്ല. ഫ്രൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അല്ലാതെ തന്നെ ഒരു പ്രോബ്ലം ഇല്ല, എങ്കിലും ചെയ്യാൻ കൊള്ളാൻ ചേച്ചി ചെയ്താൽ രസമായിരിക്കും എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു കറുത്ത കളർ ആരോ മാർക്കില്ല, അതിൽ പ്രസ് ചെയ്യുമ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആകും. അവിടെ ഞാൻ എക്സസൈസ് ലിങ്ക് എന്നും പറഞ്ഞ് കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നല്ല എഫക്റ്റീവ് ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു എക്സസൈസ് നല്ല എഫക്റ്റീവ് ആയിരുന്നെന്ന്. അപ്പോൾ നിങ്ങൾ അത് നോക്കി ആ ഒരു എക്സസൈസ് ഫോളോ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ കരിഞ്ജീരകം വെച്ചിട്ടുള്ള പൊടി എങ്ങനെയാണ് ഇന്ന് തൊട്ട് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിന് ആക്ച്വലി വേണ്ടത് 2 സാധനങ്ങൾ മതി, അധികമായിട്ടൊന്നും വേണ്ട.
കരിഞ്ജീരകം പൊടിച്ചത്. ഈ കരിഞ്ജീരകം നിങ്ങൾ എങ്ങനെ പൊടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ കഴുകി വെയിലത്ത് വെച്ച് നല്ല ഭംഗിയായിട്ട് ഉണക്കി പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ പൊടിച്ചെടുത്ത് കുപ്പിയിലാക്കി വെക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ കുറേ നാളത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കുപ്പിയിലാക്കി വെച്ചേക്കുവാണ്. അതിലേക്ക് നിങ്ങൾ നല്ല ഹണി വേണം യൂസ് ചെയ്യാൻ. ഹണി എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ചുമ്മാ ഏതെങ്കിലും ഒരു ഹണി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യരുത്. നിങ്ങൾ ആദ്യം ഒന്ന് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കണം കേട്ടോ. ഹണി ഒഴിച്ചിട്ട് ഇത് കുതിർക്കെ മിക്സ് ചെയ്ത് വെക്കണം. അതായത് നമുക്ക് ഒരു കയ്യിലെ മൈക്കും ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. കരിഞ്ജീരകം നമുക്ക് നല്ലതാണ്, ശരീരത്തിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. ഇത് കഴിക്കുന്നതുകൊണ്ട് വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുപോലെ കരിഞ്ജീരകവും ഹണിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാം. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഡെയിലി രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം നിങ്ങളത് ഇതിൽ നിന്ന് 1 സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട്. ചിലർക്ക് ഇത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തോന്നുവാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വിഴുങ്ങിയാലും മതി കേട്ടോ. ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ചിലർക്ക് ഞാൻ എടുത്ത് കഴിക്കാൻ മതി. എനിക്ക് പക്ഷേ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ആദ്യം കഴിക്കുമ്പോൾ ഒരുമാതിരി ഉമിക്കരിയുടെ സ്മെല്ല് പോലെ ഒരു വല്ലാത്ത സ്മെല്ല് വരുമായിരുന്നു. പിന്നെ അത് കുഴപ്പമില്ല കേട്ടോ. ഈ ഒരൊറ്റ സാധനമാണ് ഇന്ന് മുതൽ നമ്മൾ ഞാൻ പറയുന്നത് വരെ നമ്മൾ ഈ ഒരു സാധനമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ പോകുന്നത്. ഇത്രയും മതി കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് ലൂസാക്കി വെള്ളമാക്കി മാറ്റണ്ട. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമാക്കാം. ഇതാണ് കറക്റ്റ് പരുവം. ഇതങ്ങോട്ട് വായിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് രാവിലെ അങ്ങ് വിഴുങ്ങിയതിന് ശേഷം നടക്കാനോ ഓടാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് നടക്കും. അപ്പോൾ കണ്ടില്ലേ, വെറും കരിഞ്ജീരകവും തേനും മാത്രം. തേൻ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ചുമ്മാ ഇങ്ങനെ ശർക്കര ചേർത്തിട്ടുള്ള ഹണി ഒന്നും വാങ്ങിക്കാതെ മാക്സിമം നല്ല ഹണി എവിടെന്നെങ്കിലും വാങ്ങുമ്പോൾ ഓൺലൈനിലൊക്കെ ഒരുപാട് ഓർഗാനിക് ഹണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു നല്ലൊരു ഹണി സെലക്ട് ചെയ്ത് ഞാൻ വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരാൾ കൊണ്ടുതരും ഹണി, നല്ല പ്യുവറായിട്ടുള്ള ഹണി കൊണ്ടുതരും കേട്ടോ. ഞാൻ പറയുമ്പം എനിക്ക് കൊണ്ടുതരും. അപ്പോൾ ഒരുപാട് ഹണി ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനെയുള്ള ഹണി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. മുമ്പൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ ഹണി വാങ്ങിക്കാറുണ്ടായിരുന്നു. അതിൽ നോക്കിയിട്ട് ഞാൻ നല്ലൊരു ഹണി എനിക്ക് സജസ്റ്റ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം. ദയവ് ചെയ്ത് ശർക്കര വെള്ളം കലക്കിയ ഹണി എടുത്ത് യൂസ് ചെയ്ത് നമ്മുടെ വെയിറ്റ് ലോസിനായിട്ട് യൂസ് ചെയ്യരുത്. നല്ല ഹണി യൂസ് ചെയ്യുക. വയനാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഹണിയൊക്കെ അവൈലബിൾ ആണല്ലോ. കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെയുള്ള ഹണി അവൈലബിൾ. അത് വൻതേനോ ചെറുതേനോ അത് എന്ത് തേനായാലും കുഴപ്പമില്ല. എല്ലാം വെയിറ്റ് ലോസിന് നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ ചെറിയ പ്രോബ്ലംസ് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിഴുങ്ങിയാലും മതി കേട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെക്കണം എന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഉരുളയാക്കിയിട്ട് ഒറ്റയടിക്ക് വിഴുങ്ങിയാലും പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞ ആ ഒരു അളവിൽ മാത്രം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഡേ ഇന്നലെ വീഡിയോ ഇടാത്തതിന് വീണ്ടും എക്സ്ക്യൂസ്. നിങ്ങൾ ഒരു ദിവസം എക്സർസൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ ഫുഡിൻ്റെ കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. അതിനകത്തൊരു ഇതും വരുത്തരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് അയയ്ക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.